ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയതാണ്. നിലവിൽ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചേക്കാണ്. ഓയിലില്ല, ഒട്ടും ഇല്ല അതിനകത്ത്. ഞാൻ ഊറ്റി നോക്കിയതാണ്. ആകെയുള്ള ഓയിലാണ് അത് കേട്ടോ. ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗം മാത്രം റിപ്പയർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ലേബർ ചാർജ് മാത്രം 2500 രൂപയാണ് ലേബർ മാത്രം വരാം. ബാക്കിയത്തെ പാർട്സുകൾ, അതിൻ്റെ പാക്കിങ്, ഗ്യാസ് പാർട്സുകൾ അനുസരിച്ചിട്ടാണ് ബാക്കിയത്തെ റേറ്റ് വരാം. നേരെ മറിച്ച് നമുക്ക് എൻജിൻ ഫുള്ളായിട്ട്, അതായത് ക്രാങ്ക് അസംബ്ലി അടക്കം ഫുള്ളായിട്ട് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ എൻജിൻ വർക്കായിട്ട് അതിനകത്ത് വരും. ഫുൾ എൻജിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ 4000 രൂപ എടുത്ത് നമുക്ക് ലേബർ ചാർജ് മാത്രം വരും കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വണ്ടി ഓട്ടത്തിൽ പിസ്റ്റൺ പിടിച്ചതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നിലവിൽ സിലിണ്ടർ പിസ്റ്റണിൻ്റെ ഭാഗത്ത് മാത്രമാണ് കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇത് നമുക്ക് അഴിച്ച് നോക്കിയാലാണ് എത്രത്തോളം അത് വണ്ടീനെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അഴിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 3 വർക്കിംഗ് ഡേയ്സ് നമുക്ക് എന്തെങ്കിലും വരും. 3 വർക്കിംഗ് ഡേയ്സ് നമുക്ക് എന്തെങ്കിലും വരും. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് വേണം നമുക്ക് വർക്കിന് വണ്ടി വയ്ക്കാനായിട്ട്. എനിക്ക് പെർമിഷൻ തന്നാൽ മാത്രമാണ്, നമുക്ക് ആ രീതിയിലുള്ള പെർമിഷൻ കിട്ടിയാലാണ് നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം. പിന്നെയെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് മെയിൻ സ്റ്റാൻഡില്ല. മെയിൻ സ്റ്റാൻഡ് ഇല്ലാത്തത് നമുക്ക് ഒരു കാരണവശാലും വണ്ടി അഴിച്ച് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ മെയിൻ സ്റ്റാൻഡ് എന്തായാലും നമുക്ക് പുതിയത് സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. പുതിയതോ പഴയതോ എങ്ങനെയാലും ഒരെണ്ണം അറേഞ്ച് ചെയ്ത് തരാം. പുതിയത് മതി എന്നിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് ഞങ്ങൾ സെറ്റ് ചെയ്തോളാം. പിന്നെ പഴയത് വെക്കാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ പിന്ന് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം അഴിച്ചു കളഞ്ഞേക്കാം. മെയിൻ സ്റ്റാൻഡ് പിന്നൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനൊക്കെ അഴിച്ച് റിപ്പയർ ചെയ്യണമെങ്കിലും വണ്ടി റിപ്പയറിങ്ങിന് റിപ്പയറിങ്ങിനും മെയിൻ സ്റ്റാൻഡ് വണ്ടി വയ്ക്കണം. അപ്പോൾ ഇത് നിലവിൽ മെയിൻ സ്റ്റാൻഡ് ഇല്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കണേ. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് കിട്ടണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നിലവിൽ സിലിണ്ടറിൻ്റെ സിലിണ്ടർ ഭാഗത്ത് മാത്രമാണ് കംപ്ലയിൻറ്റ്. ഹാഫ് എൻജിൻ വർക്കാണെങ്കിൽ 2500 രൂപയാണ് നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് മാത്രം വരാം. ബാക്കിയത്തെ വർക്കിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ എമൗണ്ട് ലേബറിൽ വ്യത്യാസം വന്നേക്കാം. അത് വർക്ക് നമുക്ക് അഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഫുൾ എൻജിൻ വർക്കായിട്ടാണെങ്കിൽ 4000 രൂപ എടുത്ത് നമുക്ക് ലേബർ മാത്രം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് അറിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ടൊന്ന് പെർമിഷൻ താട്ടെ, നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്യാം. അതേപോലെ തന്നെ മെയിൻ സ്റ്റാൻഡിൻ്റെ കേസിലും ഒരു തീരുമാനം പറയണേ.